മനുഷ്യനും കോഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക? കോഴി ജനിച്ചപ്പത്തൊട്ട് നടക്കും, മനുഷ്യന് നടക്കാൻ പറ്റില്ല. അത് മനുഷ്യന് ഈ പാദം കണ്ട, നമ്മുടെ ഈ പാദത്തിന് വിസ്താരം കുറവാണ്, നമ്മൾ മറഞ്ഞു വീഴും. നമ്മൾ ബാലൻസ്ഡ് ആവാൻ പിന്നീട് കുറേശ്ശെ നടത്തവും സ്റ്റെബിലിറ്റി, നമ്മൾ ആ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കേണ്ടി വരിക. പക്ഷെ കോഴി, താറാവ്, ഈ വക സാധനങ്ങളൊക്കെ ജനിച്ചപ്പത്തൊട്ട്, മുട്ടയിൽ നിന്ന് വിരിഞ്ഞപ്പത്തൊട്ട് നടക്കും. അപ്പോൾ പ്രകൃതി ഓരോ സംഗതികൾക്കും കൊടുത്തിട്ടുള്ള ആ ഒരു പ്രപ്പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കുന്നത് വഴിയാണ് സയൻസിൻ്റെ ഉള്ളിലേക്ക് പോവുക. വാഴയ്ക്ക് കൊല വരുന്ന ഭാഗത്ത് ഒരു തൈ മുളയ്ക്കും, അതിങ്ങോട്ട് ഒടിയാതിരിക്കാനാണ് അടുത്ത തൈ അതിൻ്റെ പുറകിലാണ് മുളയ്ക്കുക. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും പ്രകൃതിയിലത്തെ ഓരോ നിയമങ്ങൾ അറിഞ്ഞിട്ടാണ് അത് നിലനിൽക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യവംശത്തിന് അല്ലെങ്കിൽ ആളുകൾക്ക് ആവശ്യമായ രീതിയിൽ നിലനിർത്തുന്നു. അതായത് നമ്മളൊരു 10 കൊല്ലം 10ാം ക്ലാസ് വരെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുമിച്ചല്ലേ പഠിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്നും നേരം വൈകി വരുന്നു, കീറിയ വസ്ത്രം ഇട്ട് വരുന്നു. ഏതോ വിഷമം അനുഭവിക്കുന്ന ഒരു വിദ്യാർത്ഥി തൊട്ടരികത്തിരുന്ന് പഠിച്ചിട്ടും ഈ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത നമുക്ക് എന്ത് ലോകത്ത് മനസ്സിലാവും? അപ്പോൾ നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിന് പറ്റിയത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്.